ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ചായക്കട സ്റ്റൈൽ പഴംപൊരിയാണ് റെഡിയാക്കുന്നത്. പഴംപൊരി മലയാളത്തിന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പലഹാരമായിരിക്കും. വൈകിട്ടത്തെ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരങ്ങളിൽ ഒന്നായിരിക്കുള്ളൂ പഴംപൊരി. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ചായക്കട സ്റ്റൈൽ പഴംപൊരിയാണ് റെഡിയാക്കുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ എന്ന് പറഞ്ഞാൽ 120 ഗ്രാം ഉണ്ട്. അത് നന്നായിട്ട് അരിച്ചൊക്കെ എടുത്ത് വെച്ചേക്കണേണ്. അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും മാറ്റാനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിപ്പോൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പഴംപൊരി അല്ല റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടലപ്പൊടി സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറില്ല. ഇത് ഒരു ചായക്കടയിൽ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ ഒരു ട്രിക്കാണിത്. അപ്പോൾ കടലപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പൊന്നിയരിയുടെ പൊടിയിൽ, നമ്മൾ സാധാരണ പുട്ടുപൊടിക്കൊക്കെ ഇപ്പോൾ പൊന്നിയരിയുടെ പൊടിയെല്ലാം മിക്കത് വാങ്ങിക്കാൻ കിട്ടുന്നത്, ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പത്തിൻ്റെ പൊടിയല്ല, ഇത് പൊന്നിയരിയുടെ പൊടിയാണ്. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയേക്കണേ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊന്നിയരിയുടെ പുട്ടുപൊടിയാണ് ചേർക്കണമെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് നന്നായിട്ട് മുരിഞ്ഞിട്ട് ഒരു ക്രഞ്ചി ആയിട്ട് കിട്ടും, നമുക്ക് നന്നായിട്ട് കടിക്കാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതില്ലെങ്കിൽ റവ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഈ ബാറ്ററിന് അത്യാവശ്യം മധുരം വേണം. മധുരം ഉണ്ടെങ്കിൽ നമ്മൾ പഴംപൊരി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് കട്ടി കൂടി പോകരുത്, കുറഞ്ഞും പോകരുത്. പിന്നെ ഈ പൊന്നിയരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടൊന്ന് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ അരിപ്പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടിക്കോളും. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിലും ഇരിക്കുമ്പോൾ അത് കറക്റ്റ് തിക്നെസ്സിൽ കിട്ടിക്കോളും. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ബനാന എസൻസ് ആണ്. ഇത് ബനാന എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. അതും ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഈ എസൻസ് ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കുള്ളൂ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമ്മളൊരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുട്ടയുടെ മണവും ഉണ്ടാവില്ല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തൊന്നും ഉണ്ടാവില്ല എസൻസ് ചേർക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ജീരകമൊക്കെ ഇഷ്ടമാണെങ്കിൽ ജീരകം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചായക്കടയിലൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ അവർ ഒന്നില്ലെങ്കിൽ ദോശമാവ് ചേർക്കും, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അത് ഒരു നുള്ളി ചേർക്കും. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ബേക്കിംഗ് സോഡ ചേർക്കണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പറ്റില്ല, കാരണം കളറ് ഭയങ്കര റെഡിഷ് കളറായിട്ട് പോവും. അപ്പം നമ്മളിപ്പോൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ ഹെൽത്തി വെർഷനായിട്ട് മുട്ടയിട്ടിട്ട് അതിനേക്കാൾ നല്ല ടേസ്റ്റിൽ തന്നെ മുട്ടയിട്ടാൽ കിട്ടും. അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. ഇതൊരു 5 മിനിറ്റോളം വെക്കണം. അപ്പോൾ വെച്ച് കഴിയുമ്പോൾ ആ പൊടിയൊക്കെ കുതിർന്നിട്ട് കറക്റ്റായിട്ട് വന്നോളും. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം മുറിച്ചെടുക്കാം. പഴമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണ ചായക്കടയിൽ എങ്ങനെ മുറിക്കണേ ആ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നെടുകെ കീറിയിട്ട് കട്ടി കുറച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ രീതിയിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരേ കട്ടിയിൽ തന്നെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ശരിക്കും തിക്നെസ് കുറഞ്ഞ് കിട്ടിയാലേ നമുക്ക് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ ഉള്ളു വേവേയില്ല, പഴംപൊരിയുടെ ടേസ്റ്റും കുറയും. അതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കാനുള്ള പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരുപാട് പഴുത്ത പഴമാവരുത്, ഒരുപാട് പച്ചപ്പഴമാവരുത്. അത്യാവശ്യം പഴുത്ത പഴമായിരിക്കണം, മധുരമുള്ള പഴമായിരിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പഴമെല്ലാം ആ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് പഴം അതിനകത്തോട്ട് ഇടാം. ഈ പഴംപൊരിക്ക് ഒട്ടും എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ, കാരണം മുട്ട ചേർത്തേക്കണതുകൊണ്ട് എണ്ണ ഒട്ടും കുടിക്കാതെ തന്നെ കിട്ടും. നമ്മൾ എത്ര ഓയിൽ ചേർത്തിട്ടുണ്ടോ അത്ര ഓയിൽ തന്നെ വറുത്ത് കഴിയുമ്പോഴും ഉണ്ടാവും. ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ കിട്ടും മുട്ട ചേർക്കണതുകൊണ്ട്. അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട് മുട്ട ചേർക്കുമ്പോൾ. നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും, അതുപോലെ തന്നെ എണ്ണ ഒട്ടും കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ വറുത്തെടുക്കാം. ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡ് മൊരിച്ചിട്ട് ഒരു ഗോൾഡൻ കളറിൽ വറുത്ത് കോരണം. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊന്ന് കഴിക്കാനായിട്ട് തോന്നും. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണിത്. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ വറുത്ത് കോരണം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചായക്കട സ്റ്റൈല് പഴംപൊരി റെഡി ആയിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നതിന് പകരം ഇനി ഉണ്ടാക്കുമ്പോൾ പഴംപൊരിയൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. ചൂടോട് തന്നെ കഴിക്കണോട്ടോ ഇത്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റൊക്കെയാണ് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനായിട്ട് വരുന്നത്. ഇനി അടുത്ത വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റ്സാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം.